രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസിലും ബാലാവകാശ കമ്മീഷനിലും പരാതി. അഭിഭാഷകനായ ഷിൻഡോ സെബാസ്റ്റ്യനാണ് പരാതി നൽകിയത്. യുവതിയെ ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്ന ഓഡിയോ ഉൾപ്പെടെ നൽകിയാണ് പരാതി നൽകിയിരിക്കുന്നത്. അഹമ്മദ് മുസ്തഫ ചേരുന്നു. മുസ്തഫ, ഗുരുതര വകുപ്പാണ് ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുക എന്നുള്ളത്. ഏതു വകുപ്പിൽപ്പെടുന്നു? എന്താണ് പരാതിയിലുള്ളത്? നിലവിൽ രണ്ടിടത്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ അഭിഭാഷകൻ പരാതി നൽകിയിരിക്കുന്നത്. ഒന്ന് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ്. ആ പരാതിയുടെ ഉള്ളടക്കം ഇന്ന് ചില മലയാളം വാർത്താ ചാനലുകൾ സംപ്രേഷണം ചെയ്ത റിപ്പോർട്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ശബ്ദത്തിന് സമാനമായ രീതിയിൽ ഒരു MLA എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഒരാളെ വിളിക്കുന്നു. ക്ഷമിക്കണം, MLA എന്നുള്ള നിലയ്ക്കല്ല, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഒരാളെ വിളിക്കുന്നു. അതിൽ ഒരു സ്ത്രീയോട് നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. ഒരു MLA എന്നുള്ള നിലയ്ക്ക് ഈ ഡിജിറ്റൽ തെളിവുകൾ നശിപ്പിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. വളരെ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഈ ഡിജിറ്റൽ തെളിവുകൾ നശിപ്പിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അന്വേഷിച്ച് നടപടിയെടുക്കണം. മാത്രമല്ല, ഈ ഗർഭഛിദ്രം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഒരു ശിശുവിന് ജീവിക്കാനുള്ള അവകാശം ലംഘിക്കുന്നതാണ്. ഒപ്പം തന്നെ ക്രിമിനൽ നിയമങ്ങൾ പ്രകാരം കുറ്റകരവുമാണ്. ഭാവിയിൽ ജനിക്കുന്ന കുട്ടികളുടെ തുടരാമോ? പരാതിക്കാരൻ ഷിൻഡോ സെബാസ്റ്റ്യൻ ചേരുന്നുണ്ട്. ശ്രീ ഷിൻഡോ, താങ്കളുടെ പരാതിയിൽ എന്തൊക്കെയുണ്ട്? ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ ഷിൻഡോ, ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറഞ്ഞോളൂ. പരാതികളുള്ളത് ഇന്നിപ്പോ ബ്രേക്ക് ചെയ്തിട്ടുണ്ടല്ലോ റിപ്പോർട്ടർ ചാനലിന്റെ വീഡിയോ. ഇത് കുറെ നാളായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നതാണ് ഇങ്ങനെ ഒരു പരാതി. ഒരു നിയമസഭയില് MLA തെരഞ്ഞെടുക്കപ്പെട്ട MLA, അതോടൊപ്പം തന്നെ ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ, അവരുടെ ഭാഗത്ത് ജനങ്ങൾക്കും സമൂഹത്തിനും മാതൃകയായിരിക്കേണ്ട അവരുടെ ഭാഗത്തു നിന്നാണ് ഇത്രയും വലിയൊരു തെറ്റ് വന്നത്. ഇതിപ്പോ റിപ്പോർട്ടർ ചാനൽ ബ്രേക്ക് ചെയ്തു. താങ്കൾ ഈ പരാതി കൊടുത്തത് ഈ പരാതിയൊന്നും ഇല്ലല്ലോ എന്നുള്ള രാഹുലിന്റെ ഷോ ഓഫിന് ശേഷമാണോ? ഇപ്പൊ കൊടുത്തല്ലോ. പുള്ളി അങ്ങനെയാണല്ലോ, പുള്ളിക്ക് കേസ് ഇങ്ങനെ പറഞ്ഞു നടന്നാൽ മതിയല്ലോ. പക്ഷെ സമൂഹത്തിൽ ജീവിക്കുന്നവർക്ക് നമുക്കൊരു പ്രതിബദ്ധതയുണ്ടല്ലോ. ഇതിനെതിരെ കാണുമ്പോൾ ശബ്ദിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതിന്റെ ഭാഗമായിട്ടാണ് പരാതി കൊടുത്തിരിക്കുന്നത്. ഇതിൽ എന്ത് നടപടിയിലേക്ക് കടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? നോക്കട്ടെ, എങ്ങനെയാലും പരാതി ഇപ്പൊ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അവരുടെ ഭാഗത്ത് നിന്ന് എന്ത് നോക്കാം, ബാലാവകാശ കമ്മീഷനും കൂടി കൊടുത്തിട്ടുണ്ട്. നോക്കാം, അതിന് പുറകിൽ പോവാലോ. ഇത്തരത്തിലൊരു പരാതി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതിന് ഉണ്ടായാൽ നിലനിൽക്കല്ലോ. അതാണ് അല്ല, ഞാൻ രാഹുൽ പറഞ്ഞ കാര്യത്തിലേക്കാണ് വരുന്നത്. അതിനെ നിയമപരമായി നേരിടുമെന്നൊക്കെ രാഹുൽ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ നേരിടാൻ കഴിയുന്ന വകുപ്പുകളാണോ എന്നുള്ളതാണ്. ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഗുരുതര വകുപ്പാണല്ലോ. അത് രാഹുൽ മാങ്കൂട്ടത്തിന് പറയാലോ. അത് ഏതൊരു പ്രതികളും പ്രതിയാക്കപ്പെട്ട ആർക്കും വേണമെങ്കിൽ പറയാലോ. ഇപ്പൊ എനിക്കെതിരെ ഒരു പരാതി വന്നു കഴിഞ്ഞാൽ ഞാനും അങ്ങനെ തന്നെയല്ലേ പറയുള്ളൂ. അതേപോലെ അദ്ദേഹം പറഞ്ഞോട്ടെ, അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് അനുസരിച്ച് അദ്ദേഹം പറഞ്ഞോട്ടെ. നമുക്കത് നോക്കാലോ. പരാതിയായി ബന്ധപ്പെട്ട് എങ്ങനെ നടപടിയെടുക്കുക, എന്തൊക്കെയാണ് കാര്യം നോക്കാലോ. അയാള് പുള്ളി പറഞ്ഞ ലിസ്റ്റ് പ്രകാരമാണ് ഇപ്പൊ രാജിവെക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പൊ ബ്രേക്ക് ചെയ്തിട്ടുണ്ടല്ലോ, രാജിവെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ അവര് കോൺഫിഡൻസിൽ നിന്നോട്ടെ. പുള്ളി അങ്ങനെയാണല്ലോ ഇത്രയും നാള് സമൂഹത്തിൽ നിന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കോടതിയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ ഓപ്പോസിറ്റുള്ള ആൾ, അതായത് ആ സ്ത്രീ സംസാരിക്കേണ്ടി വരില്ലേ? ഇല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അവർക്ക് പരാതി ഇല്ല എന്നൊരു സ്റ്റാൻഡിൽ നിൽക്കുകയാണെങ്കിൽ അതിന് പിന്നെ വാല്യൂ ഉണ്ടോ? അതിനെ കുറിച്ച് ഇപ്പൊ ഒന്നും പറയുന്നില്ല. ഇങ്ങനെ പരാതി കൊടുത്തില്ലേ, അതിന്റെ അതിനെ കുറിച്ച് ഞാനിപ്പോ സംസാരിക്കില്ല. അത് പ്രാഥമിക അന്വേഷണ കാര്യങ്ങൾ വരട്ടെ. പരാതി കൊടുത്തിട്ടുണ്ടല്ലോ, അവർ അന്വേഷിക്കേണ്ട കാര്യങ്ങൾ. അതാണ് പരാതി ഇല്ലല്ലോ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പ്രശ്നം. അതങ്ങ് തീർന്നു കിട്ടി അല്ലേ? അത് തീർന്നു കിട്ടി, അത്രേ ഉള്ളൂ. താങ്ക് യു ജിൻഡോ, പ്രതികരിച്ചതിന് നന്ദി. ഷിൻഡോയാണ് പരാതിക്കാരനാണ് പ്രതികരിച്ചത്. പരാതി നൽകിയിരിക്കുന്നു, പരാതിയില്ല എന്നുള്ളതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ പരാതി. ആ പരാതി പരിഹരിക്കപ്പെട്ടിരിക്കുന്നു, പരാതി നൽകിയിരിക്കുന്നു. ഒരു അഡ്വക്കേറ്റ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്ന ആ ഓഡിയോ സന്ദേശത്തിലാണ് ഇപ്പോൾ അതുൾപ്പെടെ നൽകിക്കൊണ്ട് പരാതിപ്പെട്ടിരിക്കുന്നത്. അഭിഭാഷകനായ ഷിൻഡോ സെബാസ്റ്റ്യനാണ് പരാതി നൽകിയത്. പോലീസിലും ഒപ്പം ബാലാവകാശ കമ്മീഷനിലും പരാതി നൽകി. ഗർഭഛിദ്രമാണ്, സ്വാഭാവികമായിട്ടും ബാലാവകാശ കമ്മീഷൻ അതിൽ നടപടിയെടുക്കാവുന്നതാണ്. ഈ നൽകിയിരിക്കുന്ന പരാതി ഏത് തരത്തിലായിരിക്കും നിയമപരമായി മുന്നോട്ട് പോവുക എന്നൊക്കെയുള്ള കാര്യം വരും ദിവസങ്ങളിൽ മനസ്സിലാകും. ഇതിനെ എങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിടും എന്നതും അറിയേണ്ടതുണ്ട്. അഹമ്മദ് മുസ്തഫ ചേരുന്നുണ്ട്.
യെസ് മുസ്തഫ, ഇപ്പോ അഭിഭാഷകൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ പരാതി കൊടുത്തു. നേരത്തെ നമ്മളോട് മാധ്യമങ്ങളോട് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചത് പരാതിയില്ലല്ലോ, ആർക്കാണ് ഇവിടെ പരാതി എന്നതായിരുന്നു. ഒരാൾ പരാതിപ്പെട്ടിരിക്കുന്നു, അതിന്റെ മറ്റ് വശങ്ങളൊക്കെയുണ്ട്. കാരണം പരാതിക്കാരിയുണ്ടോ ഇല്ലെങ്കിൽ ഈ ശബ്ദത്തിലുള്ള ആൾക്ക് പരാതിയുണ്ടോ, അതുമായി ബന്ധപ്പെട്ടൊക്കെ കോടതി അന്വേഷിക്കും. പക്ഷേ ഇത് കോടതിയിലേക്ക് എത്തിയിരിക്കുന്നു. കോടതി ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നാണ്, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിനെ എങ്ങനെ നേരിടുമെന്നാണ്? ധന്യ, ഈ IPC-യിലെ പഴയ IPC വകുപ്പ് പ്രകാരം 89, അത് പുതിയ BNS പ്രകാരമാണെങ്കിൽ BNS വകുപ്പിലെ 94, ഇത് രണ്ടും നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതൊരു കോഗ്നിസബിൾ ഒഫൻസ് ആണ്. അതായത് വാറണ്ട് ഇല്ലാതെ തന്നെ പോലീസിന് ഈ വിഷയത്തിൽ ഒരാളെ അറസ്റ്റ് ചെയ്യാം. മാത്രമല്ല ജാമ്യമില്ലാ കുറ്റവുമാണ്. അത് പിന്നീട് സെഷൻസ് കോടതിയിലാണ് ഇതിന്റെ വിചാരണ നടപടികൾ പോവുക. ഒരു പരാതി സ്വാഭാവികമായും ഇങ്ങനെ ലഭിക്കുമ്പോൾ ആ സംഭാഷണത്തിൽ പ്രഥമ ദൃഷ്ട്യാ ചില കഴമ്പുണ്ട് എന്ന് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും പോലീസിന് ഒരു അന്വേഷണം നടത്താം. അതിന്റെ ആ ശബ്ദ സന്ദേശത്തിൽ ആളുകൾ ആരൊക്കെയാണെന്ന് കണ്ടെത്താം. ഒപ്പം തന്നെ ഈ വിഷയം ഇതിൽ പ്രാഥമികമായി അന്വേഷിക്കേണ്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സംഭാഷണം നടന്നു, ഇത് എന്ന് നടന്നു എന്നുള്ളത് ആദ്യമായി കണ്ടെത്തേണ്ടതുണ്ട്. അതിനുശേഷം അങ്ങനെയുള്ള കണ്ടെത്തലുകൾ വരേണ്ടതുണ്ട്. അതിൽ കുറച്ചുകൂടി ക്ലാരിറ്റിയും ആ കേസിൽ വരാനുണ്ട്. എന്തായാലും പരാതിയില്ലെന്നുള്ള പരാതി തീർന്നിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിപ്പെട്ടിരിക്കുന്നു. അഡ്വക്കേറ്റ് ഷിൻഡോയാണ് പരാതി നൽകിയിരിക്കുന്നത്. ഇടവേള.